teacher, who is the Chief Minister of Kerala? The current Chief Minister of Kerala is Pinarayi Vijayan. Good afternoon. എൻ്റെ പേര് ഹസീഫ്. ഞാൻ ഈ സ്കൂളിലെ 9th സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് ആഗ്നി. ഞാൻ ഈ സ്കൂളിൽ 9th സ്റ്റുഡൻ്റ്. എൻ്റെ പേര് അർജുൻ. ഞാൻ ഈ സ്കൂളിലെ 9th ഈ സ്കൂളിലെ ATL ലാബിലെ എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ടീച്ചറാണ്. ഇതിൽ പലതരം ഫീച്ചറുകൾ വരുന്നുണ്ട്. മെയിനായിട്ട് ടീച്ചറുടെ പ്രസൻസിലും ആബ്സെൻസിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത് HTML, CSS, JavaScript, jQuery, Bootstrap എന്നീ കോഡിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് ധാരാളം ആപ്പുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ആപ്പുകളൊക്കെ സ്റ്റുഡൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ EV സ്ട്രീമാണ്. അപ്പോൾ കുട്ടികൾക്ക് ടീച്ചറെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു EV സ്ട്രീം പോയി ചെയ്യാവുന്നതാണ്. മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ടീച്ചർക്ക് ഇല്ലെങ്കിൽ ടീച്ചർക്ക് ഇൻഫോം ടീച്ചർ എന്നുള്ള ബട്ടൺ വഴി ടീച്ചറുടെ ഫോണിലേക്ക് ഇമെയിലായി മെസ്സേജ് കൊടുക്കുക. ഈ ഒരു രൂപത്തിലാണ് മെയിൽ കിട്ടുക. എന്തൊരു ചോദ്യം ഉണ്ടെങ്കിലും ജസ്റ്റ് നമുക്ക് ഈ ടീച്ചർ വാട്ട് ഈസ് യുവർ നെയിം അങ്ങനെ അല്ലെങ്കിൽ ഈ ടീച്ചർ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് അങ്ങനെ എന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ ഉത്തരം പറയുന്നത്. Hey teacher, what is your name? My name is Edubot AI. Hey teacher, who made you? Hey teacher, who made you? Made by Bahisi, Agni, Archit and Niranjan. ഇതിൽ അടുത്തൊരു ഫീച്ചർ വരുന്നത് സ്കൂൾ റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ സ്കൂൾ നടക്കുന്ന തന്നെ ന്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇതിൽ അടുത്തൊരു ഫീച്ചറായിട്ട് വരുന്നത് EV ഫയൽസ് ആണ്. ഇതുവഴി ടീച്ചേഴ്സിന് സ്റ്റുഡൻസിലേക്ക് ഫയൽസ്, അതായത് നോട്ട്സ്, വീഡിയോസ്, ഓഡിയോ എന്താണ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുവഴി കുട്ടികൾക്ക് ആക്സസ് ചെയ്യാം. ഇതിനടുത്ത ഫീച്ചർ അടുത്ത EV ചാറ്റ് എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ടീച്ചറായിട്ട് എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ EV ചാറ്റിൽ അത് സാധിക്കുന്നതാണ്. നേരത്തെ അയച്ച മെസ്സേജുകളാണ്. എന്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാലും അത് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഹേ ടീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും പറഞ്ഞു. ഹേ ടീച്ചർ, വാട്ട് ഈസ് യുവർ നെയിം? My name is Edubot AI. ഹേ ടീച്ചർ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് എ മൗണ്ട് എവറസ്റ്റ്? The height of Mount Everest depends on whether you are measuring from sea level or from the base of the mountain. From sea level, 8,848.86 meters, 29,031.7 feet. This is the official height recognized by China and Nepal. From the base of the mountain, 3,500, 4,000 meters, 11,500, 13,100 feet. This varies depending on how the base is defined. So, you can say Mount Everest is approximately 8,848 meters, 29,032 feet tall, but remember that the actual height from its base is different. Hey teacher, what is osmosis? Osmosis is a special type of diffusion that specifically involves the movement of water molecules across a semi-permeable membrane. Here is a breakdown. Key layers: semi-permeable membrane, a barrier that allows some molecules to pass through while blocking others. Think of it like a sink that lets water pass through but not larger particles. Water molecules, the tiny units of water that are always moving and bumping into each other. Concentration gradient, a difference in the concentration of a substance across a membrane. Water will naturally move from an area of high concentration to an area of low concentration. How it works? 1. Water concentration. Water molecules are
ഈ അക്കാദമിക് ഇയറിൽ നമ്മുടെ 9ാം തരത്തിലുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ സ്വന്തമായിട്ട് ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്ന ഒരു ടീച്ചറെ നിർമ്മിക്കുക എന്നുള്ള ആ ഒരു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടീച്ചറെ അവർ നിർമ്മിച്ചെടുക്കുകയാണ് ലാബിൽ വെച്ച് ചെയ്തത്. അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ റോട്ടക് എജു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ ഡ്രൈവറായിട്ടുള്ള സാങ്കേതിക ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഡെയിലി മൊബൈൽ ഫോണും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ യൂസേഴ്സ് എന്നുള്ള ഒരു മൈൻഡിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ഇവിടെ ATM ലാബ് അതുപോലെ തന്നെ ബാക്കി ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് എന്നുള്ള മൈൻഡ് കൊണ്ട് അവർക്ക് എങ്ങനെ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഈ റോട്ടക്കിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ ATM ലാബൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിലൂടെയാണ് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പുതിയ ഉന്നതമായിട്ടുള്ള മേഖലയിലോട്ട് എത്തിപ്പെടാൻ പറ്റുക. അതുപോലെ തന്നെ പ്രോഗ്രാമിങ്സും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ അറ്റ്ലീസ്റ്റ് നമുക്കറിയാം ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളല്ലെങ്കിൽ വേറെ ഒരാളുകൾ ഡെവലപ്പ് ചെയ്തതാണ്. അതിൻ്റെ യൂസേഴ്സായി മാറാണ്ട് നമ്മളെ കൊണ്ടും ഇത് പറ്റും എന്നില്ല. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതൊരു കോണിലും എന്ത് ഡെവലപ്മെൻറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കറിയാം ഗൂഗിളിൻ്റെ ഒക്കെ CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദർ പിച്ചൈ അവരൊക്കെ ഇന്ത്യക്കാരാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഭാവിയിലേക്കുള്ള തലമുറയാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്യൂച്ചറിലേക്കുള്ള നമുക്ക് ഇവരെ നോക്കി കാണും. ഇവരെ ഭാവി നമുക്ക് തിങ്ക് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ തന്നെ ഇവരെ കപ്പാസിറ്റിക്ക് കൂടുതലായിട്ടുള്ള പ്രവൃത്തികളൊക്കെയാണ് ഇവരിപ്പോൾ തന്നെ ചെയ്യുന്നത്. ATM മാരത്തോണിന് വേണ്ടി ഞങ്ങളൊരു പ്ലാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു പ്ലാൻ വന്നത്. എന്തുകൊണ്ടൊരു AI ടീച്ചർ നിർമ്മിച്ചു കൊടുക്കണം. അതുകൊണ്ട് ആ ഒരു ഐഡിയ വെച്ചാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. ഈ AI ടീച്ചർ പലതരം ടീച്ചറുകൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി ഞങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് ഞങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ചു. അതിനുശേഷം ടെക്സ്റ്റൈൽസിലെ ബോഡി അങ്ങനത്തെ സീറ്റ് അങ്ങനത്തെ ചില കമ്പോണൻസ് യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ കണ്ണ് യൂസ് ചെയ്തിട്ടൊരു മൊബൈൽ ഫോണാണ്. ഇതിൽ സ്പീക്കറായിട്ട് ഒരു എക്സ്റ്റേണൽ സ്പീക്കറായിട്ട് നടത്തിയത്. ഇതിനൊരു ആശയം നിങ്ങൾ 4 പേർ ചേർന്നിട്ട് എങ്ങനെയാണ് പിന്നെ ഒരു ചർച്ച ചെയ്ത് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞങ്ങൾ ആദ്യമായി പ്ലാൻ കൊണ്ടുവന്നിട്ട് സാറോട് പറഞ്ഞപ്പോൾ സാറിന് ചെയ്യാൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരു 3 മാസത്തെ വർക്ക് കൊണ്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു കമ്പാനിയൻ ആപ്പ് ഉണ്ട്. ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്താൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കണക്റ്റ് ആവും. അതിൽ കാണാൻ നമുക്ക് കുട്ടികളെ വീഡിയോ കോൾ വിളിക്കാം, ഇതിൽ വരുന്ന മെസ്സേജ് ഫയൽ അപ്ലോഡ് ചെയ്യാം, കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യാം. അങ്ങനത്തെ എല്ലാവിധ ഫീച്ചേഴ്സും ഈ ഒരു ആപ്പിൽ വരുന്നുണ്ട്. ഈ ഒരു ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത് കോഡിലാർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ആരാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ ടീം. Hey teacher, what is the function of liver? The liver is a vital organ with a wide range of functions, playing a crucial role in maintaining overall health. Here is a breakdown of its main functions. 1. Metabolism. Carbohydrate metabolism regulates blood glucose levels by storing excess glucose as glycogen and releasing it when needed. Lipid metabolism processes fats, synthesizes cholesterol, and produces lipoproteins for lipid transport. Protein metabolism synthesizes essential proteins like albumin, clotting factors, and enzymes. Breaks down amino acids and produces urea for waste excretion. 2. Detoxification and excretion filters blood, removes toxins, waste products, and drugs from the bloodstream. Converts harmful substances, processes ammonia into urea, detoxifies alcohol, and breaks down medications. Excretion secretes bile, which helps in the digestion of fats. Uses a semi-permeable membrane to remove impurities from water. Here is a breakdown. The basics. Osmosis.
The natural movement of water from a region of high water concentration, less dissolved substances, to a region of low water concentration, more dissolved substances through a semi-permeable membrane. Reverse osmosis, the process of applying pressure to the side of the membrane with high dissolved substance concentration, forcing water molecules to move through the membrane against the natural osmotic flow. This leaves the impurities behind. Hey teacher, what is El Nino? El Nino is a climate pattern that occurs in the Pacific Ocean. It's characterized by unusually warm surface waters in the central and eastern Pacific Ocean, which can have significant impacts on weather patterns around the globe. Here's a breakdown of El Nino. What happens? Warm water. During an El Nino event, warm water from the western Pacific Ocean shifts eastward, creating a band of warmer than average water in the central and eastern Pacific. Trade winds weakening. The trade winds, which normally blow from east to west across the Pacific, weaken or reverse during ടീച്ചറായിട്ട് ഇത് കുട്ടികളെ ഇതാക്കുമ്പോഴാണ് കാണുന്നത്. ഇതാണ് ടീച്ചറെ ഇത് ടീച്ചർ ഇതിൽ കാണും, ഇത് കുട്ടികൾക്ക് ടീച്ചറെ കാണും. ഹായ്, ഗുഡ് മോർണിംഗ്. How are you? About the Pythagoras theorem. the Pythagorean theorem, a timeless truth. The Pythagorean theorem is a fundamental concept in geometry, stating that in a right-angled triangle, the square of the hypotenuse, the side opposite the right angle, is equal to the sum of the squares of the other two sides. Here is a breakdown. Right-angled triangle, a triangle with one angle measuring 90 degrees. Hypotenuse, the longest side of a right-angled triangle, opposite the right angle.